സ്ലീഹാകാലം 6-ാം വ്യാഴം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സഭയ്ക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന. സഭ എന്നത് യേശുവിൻ്റെ സന്ദേശം സ്വീകരിച്ച അപ്പസ്തോലന്മാർ പങ്കുവച്ച വചനത്തിൽ വിശ്വസിച്ച സമൂഹമാണ്. അതിൻ്റെ ശിരസ്സും മൂലക്കല്ലും യേശുവാണ്. ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ സഭയിലെ ഓരോ അംഗങ്ങളും ഒന്നായിരിക്കണം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പരിശുദ്ധ ത്രിത്വമാണ്. ഇത് തിരിച്ചറിയുന്നവർ യേശുവിൻ്റെ മഹത്വത്തിൽ പങ്കുപറ്റും. അവർ വിശദീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു. തന്നെ കുരിശിൽ ബലി അർപ്പിച്ചുകൊണ്ടാണ് യേശു ഈ വിശദീകരണം പൂർത്തിയാക്കിയത്. ലോകത്തോടുള്ള പിതാവിൻ്റെ സ്നേഹമാണ് പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ കാരണമായത്. സ്വർഗത്തിൽ പിതാവിൻ്റെ മുഖം ദർശിച്ച പുത്രൻ പിതാവിൻ്റെ സ്വഭാവം എന്തെന്ന് ലോകത്തെ അറിയിച്ചു. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മെക്കുറിച്ചുള്ള യേശുവിൻ്റെ സ്വപ്നമാണിത്. പരിശുദ്ധ ത്രിത്വത്തിലെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബഹിസ്ഫുരണമാണ് തിരുസഭ. സഭയ്ക്കും സഭാ മക്കൾക്കും ഈ ഐക്യജീവിതം ഒരു വെല്ലുവിളിയാണ്. ലംബമായും വിലങ്ങനെയുമുള്ള ബന്ധം വഴിയാണ് ഈ ലോകത്തിലെ നമ്മുടെ ലോകത്തിലുള്ള ഓട്ടം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുക. വചനത്തിൽ വിശ്വസിക്കുക നിമിത്തം ലോകത്തിൻ്റെ എതിർപ്പ് ശിഷ്യർ അഭിമുഖീകരിച്ചേ പറ്റൂ. ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടരിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് യേശു പ്രാർത്ഥിക്കുന്നത്. വിഭജനത്തിൻ്റെ ആത്മാവ് നമുക്കിടയിൽ കടന്നു വരുമ്പോഴാണ് ഈ ഐക്യവും സ്നേഹവും സഭയിൽ ഇല്ലാതാകുന്നത്. ഐക്യത്തിൻ്റെ ആത്മാവും വിഭജനത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള വലിയ പോരാട്ടമാണ് മനുഷ്യജീവിതം. ഈ പോരാട്ടത്തിൽ ഐക്യത്തിൻ്റെ ആത്മാവിനോടൊപ്പം പോരാട്ടം നടത്തുന്നവരാണ് ജീവൻ്റെ കിരീടം അണിയുവാൻ പ്രാപ്തരാവുക.